മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ, വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി. മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ അംഗീകാരം ലഭിച്ച സംവിധായകൻ പട്ടാമ്പി സ്വദേശിയായ ഫാസിൽ റസാഖിന് അനുമോദനം. മുഹമ്മദ് മോഹസിൻ MLയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം ഒരുക്കിയത്. റഷ്യയിൽ നടന്ന 48ാമത് മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലാണ് പട്ടാമ്പി സ്വദേശി ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത മോഹം എന്ന ചലച്ചിത്രം മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്. മികച്ച നടിക്കുള്ള പുരസ്കാരവും മോഹത്തിൽ അഭിനയിച്ച അമൃത കൃഷ്ണകുമാർ അർഹത നേടി. മികച്ച നേട്ടം സമ്മാനിച്ച സംവിധായകൻ ഫാസിൽ റസാഖിനെ പട്ടാമ്പി മുഹമ്മദ് മോഹസിൻ MLയുടെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം നൽകിയത്. ഫാസിൽ റസാഖിന്റെ രണ്ടാമത് ചിത്രമാണ് മോഹം. ലോക സിനിമയിലെ തന്നെ ഉന്നതമായ അംഗീകാരം കൂടിയാണ് ചിത്രം കരസ്ഥമാക്കിയത്. മോസ്കോ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മലയാള സിനിമ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടുന്നത്. ഈ വർഷം മേളയിലെ മത്സരവിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ഇന്ത്യൻ സിനിമയും മോഹം തന്നെയായിരുന്നു. മികച്ച ചിത്രത്തിന് പുറമെ ചിത്രത്തിലെ അഭിനയത്തിനാണ് അമൃത കൃഷ്ണകുമാർ മികച്ച നടിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കിയത്. നേരത്തെ IFFKയിൽ മികച്ച മലയാള സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം, ബാംഗ്ലൂർ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മികച്ച രണ്ടാമത്തെ ഇന്ത്യൻ സിനിമ, മികച്ച സംവിധായകനുള്ള മോഹൻ സ്മാരക പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങളും ഈ ചിത്രം നേടിയിട്ടുണ്ട്. പട്ടാമ്പിൽ നടന്ന ചടങ്ങിൽ ഫാസിൽ റസാഖിനെ മുഹമ്മദ് മോഹസിൻ MLA അനുമോദിച്ചു. ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയിലേക്കുള്ള ഓട്ടത്തിലാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പരിപാടി പെട്ടെന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അഭിമാനകരമായിട്ടുള്ള രീതിയിലാണ് മോസ്കോയിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മോഹം എന്ന് പറയുന്ന സിനിമയ്ക്ക് വിവിധ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതിൽ ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫാസിലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകൻ എന്നുള്ള നിലക്ക് വലിയ അംഗീകാരം, നേരത്തെ തന്നെ നവാഗത സംവിധായകൻ എന്നുള്ള നിലക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാളാണ്. ഇന്ന് ഇന്റർനാഷണൽ ലെവലിലും ഒരു അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. അത് അവിടെ നേരിട്ട് ആ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് ആ ഫിലിം കണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അംഗീകാരമായിട്ടാണ് മോസ്കോയിൽ നിന്ന് അദ്ദേഹം വന്നിട്ടുള്ളത്, മികച്ച സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് കൂടി. അതോടൊപ്പം നമുക്കറിയാം മോഹം എന്ന് പറയുന്ന സിനിമ ഒരുപാട് അവാർഡുകൾ ഇതിനകം വാങ്ങിയിട്ടുണ്ട്. നേരത്തെ തടവ് എന്ന് പറയുന്ന സിനിമക്കാണ് സ്റ്റേറ്റ് അവാർഡും അതുപോലെ തന്നെ IFFKയുടെ അംഗീകാരം മോഹത്തിനും ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തടവിനും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബാംഗ്ലൂരിൽ വെച്ച് നടന്ന ഫിലിം ഫെസ്റ്റിവലിലും അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. നീരജ്, PV രതീഷ്, ടി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഫാസിൽ റസാഖ് മറുപടി പ്രസംഗവും നടത്തി. ഈ സിനിമ വെച്ചിട്ട് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടെത്തി നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരൊറ്റ സിനിമ ഉണ്ടായുള്ളൂ, മത്സരവിഭാഗത്തിൽ നമ്മുടെ സിനിമയാണ്. പിന്നെ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയ്ക്ക് ഒരു പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ അതും വളരെ സന്തോഷം.